പ്രിയമുള്ളവരെ, എറണാകുളം ജില്ലയിൽ ചോറ്റാനിക്കര ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന അമ്പാടിമല വായനശാലയുടെ 5ാം വാർഷിക ആഘോഷ പരിപാടികളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 5 വർഷമായി ഈ നാടിൻ്റെ സാംസ്കാരിക ഭൂമികയിൽ മുദ്ര പതിപ്പിച്ച അമ്പാടിമല വായനശാല അതിൻ്റെ 5ാം വാർഷികം 1 മാസം നീണ്ടു നിൽക്കുന്ന ബോധി ഫെസ്റ്റ് 2024 എന്ന പേരിൽ ആഘോഷിക്കുകയാണ്. അതിൻ്റെ തുടക്കത്തിൽ, അതായത് ബോധി ഫെസ്റ്റിൻ്റെ തുടക്കത്തിൽ നമ്മൾ പ്രഖ്യാപിച്ച കഥാരചന, കവിതാരചന, ഫോട്ടോഗ്രാഫി അഖില കേരള അടിസ്ഥാനത്തിൽ നടത്തിയ മത്സരങ്ങളുടെ ഔദ്യോഗികമായ ഫലപ്രഖ്യാപനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നമ്മുടെ കണയന്നൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ്, സർവോപരി എഴുത്തുകാരനുമായ ശ്രീ AK ദാസാറാണ് ഈ ഫലപ്രഖ്യാപനം ഇവിടെ നടത്തുന്നത്. എഴുത്തിൻ്റെ നവമേഖലയിൽ സാന്നിധ്യം തെളിയിച്ച ശ്രീ സജിത് പനങ്ങാട്, അതുപോലെ നിരവധി ബാലസാഹിത്യ പുരസ്കാരങ്ങൾക്ക് അർഹനായ ശ്രീ പ്രശാന്ത് വിസ്മയ, എഴുത്തിൻ്റെ വഴിയിലും നാടകത്തിൻ്റെ വഴിയിലും പുതുവഴികൾ തെളിച്ച ശ്രീ സതീഷ് ബാബു, അതുപോലെ ഇംഗ്ലീഷ് സാഹിത്യത്തിലും മലയാള സാഹിത്യത്തിലും ഗവേഷണങ്ങൾ ഉൾപ്പെടെ നടത്തുന്ന കുമാരി അമ്പിളി രവീന്ദ്രൻ എന്നിവരാണ് ഈ രചനാ മത്സരങ്ങളുടെ ഔദ്യോഗികമായ വിധികർത്താക്കളായി നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തായാലും ഈ കഥാ, കവിത, രചനാ മത്സരങ്ങളുടെ പ്രധാന വിധികർത്താവായിട്ടുള്ള ശ്രീ സജിത് പനങ്ങാട് സാറിൻ്റെ വാക്കുകൾക്കായി ഞങ്ങൾ ആദരിക്കുന്നു. അദ്ദേഹത്തെ സാദരം ക്ഷണിക്കുക. ബഹുമാന്യരെ, അമ്പാടിമല വായനശാല ചോറ്റാനിക്കരയുടെ 5ാമത് വാർഷികത്തോടനുബന്ധിച്ച് ഇങ്ങനെ ഒരു സാഹിത്യ എഴുത്ത് മത്സരം നടത്താൻ കാണിച്ച ആ ധൈര്യത്തിന് ആദ്യമേ അതിൻ്റെ വിധികർത്താക്കളായിരുന്ന ഒരു ജഡ്ജിങ് പാനൽ എന്ന നിലയിൽ ഞാൻ അങ്ങേയറ്റം അവരോട് നന്ദി പറയുന്നു. ആർക്കും എന്തും എങ്ങനെയും എഴുതാം എന്ന ഓൺലൈൻ മാധ്യമ സ്വാതന്ത്ര്യം കലുഷിതമാക്കിയ മലയാള സാഹിത്യശാഖയ്ക്ക് അമ്പാടിമല വായനശാല ചോറ്റാനിക്കര അഖില കേരള അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ഈ സാഹിത്യ എഴുത്ത് മത്സരം വളരെ ഉണർവേകുന്നുണ്ട്. അമ്പാടിമല വായനശാലയുടെ 5ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ അഖില കേരള ഫോട്ടോഗ്രാഫി മത്സരത്തിൻ്റെ വിധികർത്താക്കളായത് പ്രശസ്ത ഫോട്ടോഗ്രാഫർ ശ്രീ പ്രശാന്ത് വിസ്മയ, അതുപോലെ ശ്രീ ശ്യാമളൻ PG എന്നിവരാണ്. ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് പ്രശാന്ത് വിസ്മയാണ്. ശ്യാമളൻ ചേർന്ന് എന്തോ ഒരു അസൗകര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും പ്രശാന്ത് വിസ്മയയുടെ വാക്കുകൾ. എല്ലാവർക്കും നമസ്കാരം. അമ്പാടിമല വായനശാലയുടെ 5ാമത് വാർഷികത്തോടനുബന്ധിച്ച് നിരവധി കലാസാഹിത്യ പരിപാടികളാണ് ഇവിടെ ഇതിനോട് ബന്ധപ്പെട്ട് നടന്നു വരുന്നത്. ഞാൻ പ്രശാന്ത് വിസ്മയ, ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ്റെ പൂണിത്തുറ മുളന്തുരുത്തി മേഖലാ സെക്രട്ടറിയാണ്. ഈ പരിപാടിയിലേക്ക് സാധാരണക്കാരെയും പ്രൊഫഷണൽ ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഫോട്ടോഗ്രാഫി മത്സരം സംഘടിപ്പിക്കുകയുണ്ടായി. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. വളരെ അംഗീകാരം കിട്ടുന്ന ഒരു പരിപാടി തന്നെയാണ്. ഏകദേശം 40-ലധികം എൻട്രികളാണ് കിട്ടിയത്. വിഷയത്തോട് അതിജീവനം എന്ന വിഷയമായിരുന്നു. ആ വിഷയത്തോട് ബന്ധപ്പെട്ട് നല്ല ചിത്രങ്ങളൊക്കെ തന്നെയാണ് കിട്ടിയത്. അപ്പോൾ ആ ചിത്രങ്ങളിൽ നിന്ന് ഏറ്റവും മികച്ച ചിത്രങ്ങൾ എന്ന രീതിയിൽ 2 ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുകയുണ്ടായി. അതിനർത്ഥം മറ്റുള്ള ചിത്രങ്ങൾ മോശമാണെന്നല്ല, ആ ചിത്രങ്ങൾ നല്ല ചിത്രങ്ങളായിരുന്നു. അതേപോലെ ജൂനിയർ വിഭാഗത്തിൽ കുട്ടികൾ പങ്കെടുത്തു. കുട്ടികളൊക്കെ വളരെ മികച്ച ചിത്രങ്ങളാണ് അയച്ചത്. അപ്പോൾ ചിത്രങ്ങളിൽ ഇതിലെല്ലാം സമ്മാനം നേടിയ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ഒപ്പം അമ്പാടിമല വായനശാലയുടെ വാർഷികാഘോഷങ്ങൾക്ക് ആശംസകൾ നൽകുന്നു. നമ്മുടെ വിധികർത്താക്കളിൽ പ്രധാനപ്പെട്ട എഴുത്തുകാരനും അതിലുപരി നാടകരംഗത്ത് സജീവ സാന്നിധ്യമായ ശ്രീ സതീഷ് ബാബു സാറിൻ്റെ അഭിപ്രായത്തിന് കൂടി കാതോർക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമസ്കാരം. അമ്പാടിമല വായനശാല കഥാ, കവിതാ രചന മത്സരങ്ങൾ സംഘടിപ്പിക്കാൻ ഉള്ള ആലോചന തുടക്കത്തിൽ തന്നെ വായനശാല ഇത്തരമൊരു മത്സരം സംഘടിപ്പിക്കുന്നു എന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ വാർത്തകൾ പുറത്തേക്ക് വന്നതിന് ശേഷം സത്യത്തിൽ ഞങ്ങളെപ്പോലും ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള ഗംഭീരമായൊരു വളർച്ചയാണ് ഇതിനുണ്ടായിട്ടുള്ളത്. ഒരുപാട് സാഹിത്യ സൃഷ്ടികളാണ് സംസ്ഥാനത്തിൻ്റെ അകത്തുനിന്നും പുറത്തുനിന്നുമായിട്ട് ഒരുപാട് രചനകളാണ് വായനശാലയിലേക്ക് വന്നു ചേർന്നത്. സത്യത്തിൽ ഞങ്ങളത് ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ഇവിടുത്തെ വായനശാലയിലെ യുവജനവേദിയുടെയും സിംഫണിയുടെ ഒക്കെ ചെറുപ്പക്കാർ, കുട്ടികൾ
ദിവസങ്ങളോളം പണിയെടുത്തിട്ടാണ്, എൻ്റെ പുറകിൽ പണിയെടുത്തിട്ടാണ്, ശ്രമകരമായ പണിയെടുത്തിട്ടാണ് ഈ മെയിലുകളൊക്കെ കൺവേർട്ട് ചെയ്ത് പ്രിന്റ് എടുക്കുകയും അത് ഞങ്ങൾ ജൂറിയിലേക്ക് എത്തുകയൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ വലിയ സന്തോഷം തോന്നുന്ന കാര്യം, ലോകത്തിന്റെ എവിടെയൊക്കെയോ ആളുകൾ ഇപ്പോഴും വളരെ ഗംഭീരമായി വായനകളിലും സർഗാത്മക സൃഷ്ടികളിലും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിന്റെ പങ്കാളിത്തം പറഞ്ഞാൽ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും അടക്കമുള്ള ഒരു വലിയ ആളുകളുടെ പങ്കാളിത്തത്തിനുണ്ടായിരുന്നു. തുടർന്നും അങ്ങോട്ട് ഇത്തരത്തിലുള്ള ഗംഭീരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് വായനശാലയ്ക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. അമ്പാടിമല വായനശാലയുടെ 5ാം വാർഷികാഘോഷം ബോധി ഫെസ്റ്റ് 2024 നടത്തിയ സാഹിത്യ ഫോട്ടോഗ്രഫി മത്സരങ്ങളുടെ ഫലം പ്രഖ്യാപിക്കുകയാണ്. മത്സരത്തിൽ 200-ലധികം പേരാണ് പങ്കെടുത്തത്. എല്ലാവരും ആത്മാർത്ഥതയോടുകൂടി മത്സരത്തിൽ പങ്കെടുത്തു എന്നുള്ളത് സംഘാടകരെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. എല്ലാ പങ്കാളികളെയും സ്നേഹപൂർവ്വം അഭിനന്ദിക്കുകയാണ്, അഭിവാദ്യം ചെയ്യുകയാണ്. കവിതാരചന ജൂനിയേഴ്സ്, വിഷയം വേനലിൽ ഒരു മഴയോർമ്മ. 1ാം സ്ഥാനം ജാനവി ആർ ശാന്ത്, തിരുവനന്തപുരം. 2ാം സ്ഥാനം സൂര്യദേവ് ടി, നീലേശ്വരം. 3ാം സ്ഥാനം ശ്രിയ എസ്, പാലക്കാട്. കവിത സീനിയേഴ്സ്, വിഷയം വേനലിൽ ഒരു മഴയോർമ്മ തന്നെ. 1ാം സ്ഥാനം ജിതേഷ് NS, പെരുമ്പാവൂർ. 2ാം സ്ഥാനം ജോയ് ബാലകൃഷ്ണൻ, കൊല്ലം. 3ാം സ്ഥാനം 2 പേർ പങ്കിട്ടിരിക്കുകയാണ്. KTA ഷിപ്പൂർ, നിലമ്പൂർ. MS ശ്രീകല, ഇടപ്പള്ളി. കഥാരചന, വിഷയം പിരിയുന്നവർ, ജൂനിയേഴ്സ്. 1ാം സ്ഥാനം ശ്രിയ എസ്, പാലക്കാട്. 2ാം സ്ഥാനം മുർഷിദ ഉമ്മർ, പാലക്കാട്. 3ാം സ്ഥാനം നക്ഷത്ര വിനോദ്, ഇടപ്പള്ളി. കഥ സീനിയേഴ്സ്, വിഷയം പിരിയുന്നവർ തന്നെ. 1ാം സ്ഥാനം പുണ്യ CR, പാലക്കാട്. 2ാം സ്ഥാനം D ശ്രീശാന്ത്, പാലക്കാട്. 3ാം സ്ഥാനം സൗമ്യ മുഹമ്മദ്. ഫോട്ടോഗ്രഫിയുടെ മത്സരഫലം, വിഷയം അതിജീവനം. ജൂനിയേഴ്സ് വിഭാഗത്തിൽ 1ാം സ്ഥാനം ഫാരിസ്, പൊന്മല. 2ാം സ്ഥാനം അനഘ, കോട്ടയത്തുപാറ. ഫോട്ടോഗ്രഫി സീനിയേഴ്സ്, വിഷയം അതിജീവനം തന്നെ. 1ാം സ്ഥാനം സുരാജ് തോമസ്, ആലപ്പുഴ. 2ാം സ്ഥാനം KB വിജയൻ, വൈക്കം. മുഴുവൻ വിജയികളെയും അഭിനന്ദിക്കുകയാണ്. 11ാം തീയതി നടക്കുന്ന സമ്മാനദാനത്തിൽ എല്ലാ പങ്കാളികളും പങ്കെടുത്ത മുഴുവൻ പേരും പങ്കെടുത്ത് ഈ സംരംഭം ഉജ്ജ്വല വിജയമാക്കണം എന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. കലാസാഹിത്യ മത്സരങ്ങളിൽ പങ്കെടുത്ത ഏവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. ബോധി ഫെസ്റ്റ് അതിൻ്റെ സമാപനം ഈ വരുന്ന 11, 12 തീയതികളിലാണ്. അതിൽ 1ാം ദിവസം 11ാം തീയതി നമ്മുടെ പ്രശസ്ത സിനിമാ താരം ശ്രീ വിജയരാഘവൻ പങ്കെടുക്കുന്ന ചടങ്ങിൽ വെച്ചാണ് ഈ സാഹിത്യ മത്സര വിജയികൾക്ക് സമ്മാനം നൽകുന്നത്. അതിൽ വിജയികളായ എല്ലാവരും നേരിട്ടെത്തണമെന്ന് സ്നേഹത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ്. കൂടാതെ ഈ മത്സരത്തിൽ പങ്കെടുത്ത ഏവരെയും ഞങ്ങൾ സഹർഷം ബോധി ഫെസ്റ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഇവിടെ പങ്കെടുത്ത എല്ലാ വിധികർത്താക്കൾക്കും വായനശാലയുടെ പേരിലുള്ള നന്ദിയും